ഇന്ന് നമുക്ക് കുറച്ച് 10 മണിച്ചെടിയുടെ കട്ടിങ്സ് ആണ് സെയിലിനായിട്ടുള്ളത്. നമ്മളിത് 30 വെറൈറ്റി 10 മണിയുടെ കട്ടിംഗ് ആണ് കോംബോ ഓഫറിൽ കൊടുക്കുന്നത്. അതിൽ ടൈഗർ സ്ട്രിപ്പ്, റോയൽ മജന്ത, ടിയാരോ, സിൻഡ്രല്ല, പോർട്ടുലാക്ക ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു കോംബോയാണ് ഇവിടെ കൊടുക്കുന്നത്. അതിൽ ഈ ടൈഗർ സ്ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ 10 മണി ഒരു ദിവസമൊക്കെ ആകുമ്പോൾ അണഞ്ഞു പോകുന്നതാണ്. ഈ ടൈഗർ സ്ട്രിപ്പും റോയൽ മജന്തയും 2 ദിവസം അണയാതെ തന്നെ നിൽക്കും. പിന്നെ സിൻഡ്രല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വൈകിട്ട് വരെ, രാവിലെ വിരിഞ്ഞാൽ രാത്രി വരെ നിൽക്കും. പിന്നെ പോർട്ടുലാക്ക മാത്രമേ ഉള്ളൂ രാവിലെ വിരിഞ്ഞാൽ ഉച്ചവരെ പോർട്ടുലാക്ക നിൽക്കത്തുള്ളൂ. പോർട്ടുലാക്ക എന്ന് പറഞ്ഞാൽ നല്ല കട്ടപ്പൂവിൻ്റെ 10 മണിയുണ്ടല്ലോ, അതാണ് ഉച്ചവരെ നിൽക്കുന്നത്. ബാക്കിയെല്ലാം സിൻഡ്രല്ലയൊക്കെ വൈകിട്ട് വരെ നിൽക്കും. ഈ ടൈഗർ സ്ട്രിപ്പും റോയൽ മജന്തയും പിന്നെ ഇന്ന് വിരിഞ്ഞാൽ പിറ്റേന്ന് രാത്രി വരെയും നിൽക്കും. അപ്പോൾ നമ്മൾ ഈ 30 കളറിൻ്റെ കോംബോയാണ് കൊടുക്കുന്നത്. ഈ 30 കളറിനും കൂടി 350 പ്രൈസ്. പിന്നെ ഈ 30 കളർ വേണ്ടാത്തവർക്ക് 15 കളറിൻ്റെ കട്ടിങ്സും കൊടുക്കുന്നുണ്ട്. 15 കളറിന് 200 രൂപയാണ് പ്രൈസ്. പിന്നെ അതുപോലെ ഈ 10 മണിയുടെയൊക്കെ ഓരോ കളറിൻ്റെയും 2-3 കട്ടിങ്സൊക്കെ കാണും. പിന്നെ ഈ 10 മണി ചെടിക്ക് കുറച്ച് കെയറിങ്ങിൻ്റെയൊക്കെ ആവശ്യമുണ്ട്. നമ്മളതിൻ്റെ പോട്ടി മിക്സ് എടുക്കുമ്പോഴായാലും നല്ലതായിട്ട് ശ്രദ്ധിച്ചെടുക്കണം. മണ്ണും മണലും ചാണകപ്പൊടി, കുറച്ച് കൊക്കോപീറ്റ് കൂടല്, പിന്നെ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് വേണം നടാൻ. പിന്നെ ഈ പോട്ടി മിക്സിൽ എന്തെങ്കിലും ഒരു ഫംഗിസൈഡും കൂടി ചേർക്കണം. സുഡോമോണസോ സാഫോ ഏതെങ്കിലും കൂടി ചേർത്ത് വേണം ഇത് നടാൻ. പിന്നെ അതുപോലെ നമ്മൾ ഈ ആദ്യം 10 മണിയുടെ കട്ടിങ്സ് നമ്മുടെ കയ്യിൽ കിട്ടുമ്പം ആദ്യം വളം ചേർത്ത മണ്ണിൽ നടണ്ട. അത് കുറച്ച് മണ്ണിനകത്ത് നട്ട് അത് വേര് പിടിച്ചതിന് ശേഷം മതി പിന്നെ ഈ വളം ചേർത്ത പോട്ട് മിക്സിലോട്ട് നടാനായിട്ട്. അതുപോലെ 10 മണിയെ ബാധിക്കുന്ന ഒരു രോഗമാണ് മുരടിപ്പ്. അന്നേരം ഈ മുരടിപ്പ് രോഗം വന്നു കഴിഞ്ഞാൽ നമ്മുടെ 10 മണി മൊത്തത്തിലങ്ങ് നശിച്ചു പോകും. അന്നേരം ഇത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പെസ്റ്റിസൈഡ് അടിച്ചു കൊടുക്കണം. അത് മാജിക്കും നീമോയിലും കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ അഡ്മിയർ എന്ന് പറയുന്ന ഒരു പെസ്റ്റിസൈഡ് അത് നമുക്ക് വളക്കടകളിലൊക്കെ കിട്ടും. അന്നേരം അതും ഇതുപോലെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിന് മുരടിപ്പ് രോഗം ഒന്നും വരുത്തതുമില്ല. ഒരുപാട് ഫ്ലവറൊക്കെ ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് ജിജി മാഡത്തിൻ്റെ ഗാർഡൻ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം കുറച്ച് പൂച്ചെടികളുടെയും കൂടെ സെയിലിൻ്റെ കളക്ഷൻ്റെ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും പ്ലാന്റ്സ് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിക്കഴിഞ്ഞാൽ ജിജി മാഡത്തിൻ്റെ കോൺടാക്റ്റ് നമ്പറുണ്ട്. എനിക്ക് സെയിലായിട്ടൊന്നുമില്ല, ഞാൻ ഈ വീഡിയോസ് എടുക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ഇവരെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഇനിയും ഈ 10 മണി ചെടികളുടെ ബാക്കി കളക്ഷൻസ് കൂടെ ഒന്ന് കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമുക്ക് റോസിൻ്റെയും ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട്. റോസ് ഗ്രാഫ്റ്റഡ് അല്ല, എല്ലാം ഓൺ റൂട്ടഡ് റോസാണ്. കമ്പ് വെച്ച് പിടിപ്പിച്ച ഓൺ റൂട്ടഡ് പ്ലാന്റുകളാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഒരുപാട് തൈകളൊക്കെ ഉണ്ടാക്കാവുന്ന തരത്തിലുള്ള റോസുകളാണ് ഇതെല്ലാം.
ഇതിൻ്റെ കട്ടിങ്സൊക്കെ കുറച്ച് മണ്ണിലൊന്ന് കുത്തിവെച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇഷ്ടം പോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതിൻ്റെയൊക്കെ യെല്ലോ കളറും മാംഗോ യെല്ലോയുടെ തന്നെ ഒരു 2 ടൈപ്പ് വന്നിട്ടുണ്ട്. പിന്നെ റെഡ് കളറ്, പിന്നെ അതുപോലെ തന്നെ ബട്ടൺ റോസ്, ഇതിൻ്റെ എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റും വന്നിട്ടുണ്ട്. റോസ് എങ്ങനെ വളർത്തണം, അതുപോലെ തന്നെ എങ്ങനെ പോട്ടിംഗ് മിക്സ് തയ്യാറാക്കണം, അതുപോലെ അതിന് കൊടുക്കുന്ന വളം എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. പല ഓൺലൈൻ സൈറ്റുകളിൽ നിന്നും അതുപോലെ തന്നെ ഓൺലൈൻ സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമ്മൾ പ്ലാന്റ്സ് വാങ്ങിച്ചിട്ട് ചിലർക്കൊക്കെ നല്ല എക്സ്പീരിയൻസ് ആയിരിക്കില്ല. അപ്പോൾ നമുക്കൊരു പേടി കാണും, നമുക്ക് ഓൺലൈനിൽ കൂടെ പ്ലാന്റ്സ് നമ്മൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. ഞാൻ ഓരോ സെല്ലേഴ്സിനെയും ഈ ചാനലിൽ കൂടെ പരിചയപ്പെടുത്തുന്ന സമയത്ത് എനിക്ക് അത്രയും വിശ്വാസമുള്ളവരെ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളൂ. കാരണം എനിക്ക് 2 ആഴ്ച മുമ്പ് ഒരു 5 പ്ലാന്റ്സ് റോസിൻ്റെ ജിജി മാഡം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് കൊറിയർ വന്നപ്പം എനിക്കൊരു ഇച്ചിരി ടെൻഷൻ ഉണ്ടായിരുന്നു, 5 പ്ലാന്റ്സ് എങ്ങനെയിരിക്കും. പക്ഷേ ഒരു മീഡിയം സൈസായിട്ടുള്ള പ്ലാന്റ്സ് ആണ്. പക്ഷെ നല്ല ഹെൽത്തി ആയിട്ട് നല്ല പോലെ പാക്കിംഗ് വളരെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ പാക്ക് ചെയ്താണ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ ഇതിപ്പോൾ നട്ടിട്ട് 2 ആഴ്ച കഴിഞ്ഞ് നോക്കുമ്പം അതിൽ മുട്ടുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പം മുട്ടുകളും പൂക്കളും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ഓൺലൈനിൽ കൂടെ പ്ലാന്റ്സ് വാങ്ങിക്കുമ്പോൾ ടെൻഷനാണ് നമുക്ക് ഇതെങ്ങനെ ആയിരിക്കും എന്നുള്ളത്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അവരുടെ കയ്യിൽ നിന്നും പ്ലാന്റ്സ് വാങ്ങിക്കാം. ഇതുപോലെ അടുക്കിന് പൂക്കൾ വരുന്ന തെച്ചിപ്പൂവ് അല്ലെങ്കിൽ എക്സോറ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റിൻ്റെ പല കളേഴ്സിൻ്റെ കളക്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ജിജി മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. നല്ല മണമുള്ള ക്രീപ്പിംഗ് മുല്ലകളാണ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മാഡത്തിനെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് ഓർക്കിഡ്സിനെ കുറിച്ചാണ്. ഓർക്കിഡ്സിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ പ്ലാന്റിലും പൂക്കളോട് കൂടിയാണ് ഈ പ്രാവശ്യം വന്നിരിക്കുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്കിനി കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.